അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ കാസിയോ വാച്ച് വാങ്ങി. അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. കാസിയോ W218H എന്ന് പറയുന്ന ഒരു വാച്ചാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് ആ ഒരു വാച്ചിൻ്റെ ബോക്സ്. നമുക്ക് വാച്ചിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാച്ച് ഇതിലില്ല, കാരണം വാച്ച് ഞാൻ കെട്ടിയിരിക്കുകയാണ് ഗൈസ്. സോ ഇതാണ് നമ്മുടെ വാച്ച്, കാസിയോ W218H. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? ഞാനൊരു വൈറ്റ് കളർ തന്നെ വാങ്ങിക്കാനുള്ളൊരു പ്രധാന കാരണം ഇതിൻ്റെ ഓൺലൈനൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു വൈറ്റ് കളറാണ്. സാധാരണ ഞാൻ ഈ വൈറ്റ് കളർ വാച്ചുകളൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഈ വാച്ച് എനിക്കെന്തോ ഒരുപാട് ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ആദ്യം ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ നോക്കി. പക്ഷേ ആമസോണുകാർ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറ്റിച്ചു. കാരണം ഓർഡർ എടുത്തതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഓർഡർ ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. കാരണം അത്രയും ഡിമാൻഡഡ് ആണ് ഈ ഒരു വാച്ച്. ഈ ഒരു വാച്ച് എന്ന് മാത്രമല്ല, കാസിയോൻ്റെ ഒരുപാട് മോഡൽസ് ഭയങ്കര ഡിമാൻഡഡ് ആണ്. സത്യം പറഞ്ഞാൽ ഒരു വാച്ച് ഭ്രാന്തനല്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനായിട്ട് കമ്പനി കൂടി അവൻ വാച്ചുകളെ പറ്റി സംസാരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ വാച്ചുകളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു കാസിയോൻ്റെ ട്രെൻഡ് എത്രത്തോളം ഭീകരമാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയാം ഇപ്പോഴത്തെ കുറേ പിള്ളേർക്ക് കാസിയോ വാച്ചാണ് കിട്ടുന്നത്. മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസും കാസിയോ വാച്ചാണ് ഉപയോഗിക്കുന്നത്. കാസിയോൻ്റെ ഓരോ വാച്ചിനും ഓരോ കഥ പറയാനുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. ഓരോ വാച്ചിനും അതിൻ്റേതായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട്. ഈ ഒരു വാച്ച് ഒരു റെസിൻ ബിൽഡ് ആയിട്ടുള്ള വാച്ചാണ്. നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിന് വരുന്നത്. ഈ ഒരു വാച്ചിന് ഈ കാണുന്ന കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ആ ഒരു ഓറഞ്ച് കളർ വാച്ചൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറൊക്കെ അടിപൊളിയാണ്. സോ എന്തോ എനിക്ക് ആ കളേഴ്സിനൊക്കെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത് ഈ ഒരു കളറാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ഡിസൈൻ തരുന്ന ഒരു സ്പോർട്ടി ലുക്കൊക്കെ തരുന്ന ഒരു വാച്ചാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാച്ചിന് നമ്മുടെ കാസിയോൻ്റെ F91W1 എന്ന് പറഞ്ഞ വാച്ചിൻ്റെ ഒരു ഫേസ് കട്ടുണ്ട്. അതേസമയം ഒരു കാസിയോ G-ഷോക്കിൻ്റെ ഒരു ലുക്കുണ്ട്. അപ്പോൾ ഈ ഒരു 2 ലുക്കും കൂടി വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വാച്ച് എടുത്തത്. മാത്രമല്ല ഈ ഒരു വൈറ്റ് കളറിൽ ഈ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ വരുമ്പോൾ സംതിങ് സ്പെഷ്യൽ. നമുക്കറിയാം മറ്റേ GBD സീരീസിലൊക്കെ ആ ഒരു ലൈറ്റ് പച്ച കളറൊക്കെ വന്നിട്ട് ഭയങ്കര വൈറലായല്ലേ. ഏകദേശം അതിൻ്റെ ഒരു സെയിം ഫീൽ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. ആ ഒരു ബേസിലാണ് ഞാൻ ഈ ഒരു വാച്ച് വാങ്ങിച്ചത്. എന്തായാലും ഈ ഒരു വാച്ച് വാങ്ങിച്ചതിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഈ ഒരു വാച്ച് കെട്ടിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഒരു വാച്ചിനെ ശ്രദ്ധിക്കും, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. സത്യം പറഞ്ഞാൽ കാസിയോ വാച്ചുകളുടെ ആ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് മാത്രമേ കാസിയോ വാച്ചുകൾക്ക് വരാൻ സാധ്യതയുള്ളൂ അവർക്ക്, കമ്പനിക്ക്. പക്ഷേ ഈ വാച്ചുകളുടെ ഡിമാൻഡ് കാരണമാണ് ഈ ഒരു വാച്ചിന് ഇത്രയും പ്രൈസ് വരുന്നത്. ഇതൊരു നോർമൽ റെസിൻ വാച്ചാണ്. ഇതുപോലുള്ള ഒരുപാട് ചൈനീസ് വാച്ചുകളൊക്കെ നമുക്ക് 10, 300, 350 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാച്ച് കാസിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് മാത്രം ഇതിൻ്റെ പ്രൈസ് ഏകദേശം 1900 രൂപയാണ്. ഞാൻ ആമസോണിൽ പർച്ചേസ് സമയത്ത് 1500 രൂപയാണ് എൻ്റെ അടുത്ത് നിന്ന് പേ ചെയ്ത് വാങ്ങിച്ചിരുന്നത് അവർ. പക്ഷേ അവരത് സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പറ്റിച്ച്. പിന്നെ ഒരു കടയിൽ പോയപ്പോൾ 1800 കൊടുത്തിട്ടാണ് ഞാൻ ഒരു കാസിയോയുടെ ഈ ഒരു ഒറിജിനൽ വാച്ച് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു മോഡലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് മാർക്കറ്റിൽ അധികം അവൈലബിൾ ആയിട്ട് കണ്ടിട്ടില്ല. കാരണം ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു മോഡലും അല്ല. പക്ഷേ അത്യാവശ്യം നല്ല കാണാൻ നല്ല ലുക്കുള്ള നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള മോഡലുമാണ്. സോ കാസിയോനെ സംബന്ധിച്ച് ഇതൊരു മാനുഫാക്ചറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാച്ച് ആയിരിക്കും. പക്ഷേ ഡിമാൻഡ് കാരണമാണ് ഈ ഒരു വാച്ചിന് പ്രൈസ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ പോട്ടെ, നമ്മൾ 1900 അല്ലെങ്കിൽ 1800 കൊടുത്ത് വാങ്ങിക്കാമെന്ന് വിചാരിക്കുക. ഈ സാധനം കിട്ടാനില്ല. നിങ്ങൾ കടകളിൽ പോയാലും ഓൺലൈൻ മാർക്കറ്റുകളിൽ പോയാലും ഈ സാധനം വാങ്ങിക്കാൻ കിട്ടില്ല. ഇത് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. ഇത് മാത്രമല്ല, കാസിയോയുടെ പല മോഡൽസും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. നമ്മുടെ ആ ഒരു A1200 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ ഒരു ഗോൾഡൻ ഫ്രെയിമും അതുപോലെ തന്നെ ഒരു ബ്രൗൺ വാച്ചായിട്ടുള്ള സാധനം, അത് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം, അത് വാങ്ങിക്കാൻ കിട്ടില്ല. വളരെ റയറായിട്ട് മാത്രമേ ഇടയ്ക്ക് വരുള്ളൂ. എന്നാലും ടാറ്റാ ക്ലിക്കിൽ ആ ഒരു വാച്ച് വന്നിരുന്നു. അപ്പോൾ ഇത് വാങ്ങിക്കണോ അത് വാങ്ങിക്കണമെന്ന് കൺഫ്യൂഷനായി. പക്ഷേ ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് പോയത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വെറും 37 ഗ്രാം മാത്രമാണ് ഈ ഒരു വാച്ചിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് ഫുൾ ഡേ പോട്ടെ, നിങ്ങളൊരു 1 വീക്ക് കണ്ടിന്യൂസ്ലി കയ്യിൽ കെട്ടിയാൽ പോലും ഇതൊരു ഇറിറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല കേട്ടോ. അതിന് ഞാൻ ഗ്യാരണ്ടി. ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് റെസിൻ ഗ്ലാസ് ആണ്. കാസിയോയുടെ ഒരുപാട് മോഡൽ ഗ്ലാസ്സുകളിൽ റെസിൻ ഗ്ലാസ് ആണ് വരുന്നത്. ഒറിജിനൽ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഗ്ലാസും. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ പോലും ഇതിൻ്റെ മുകളിൽ സ്ക്രാച്ചസ് വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ആണെങ്കിൽ നമ്മളത് വകവയ്ക്കാതിരിക്കുകയാണ് നല്ലത്. ജസ്റ്റ് അതിനോട് യൂസ് ഇട്ട് ആവും, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ കാസിയോ വാച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേയിലെ വാച്ചുകൾ വാങ്ങിക്കട്ടെ. കാരണം ആ ഒരു ബ്ലാക്ക് ഡയലൊരു പ്രത്യേക ഭംഗിയാണ്. നമുക്കറിയാം പണ്ടത്തെ കൺവെൻഷണൽ മോഡലൊക്കെ ആ ഒരു വൈറ്റ് സ്ക്രീനെയാണ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ഒരു പ്രത്യേക ലുക്കാണ് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു ഇലൂമിനേറ്റിംഗ് ലൈറ്റും വരുന്നുണ്ട്. കണ്ട ഈ ഒരു യെല്ലോ ലൈറ്റ്, എനിക്ക് തോന്നുന്നു ഈ യെല്ലോ ലൈറ്റ് വളരെ കുറച്ച് മോഡൽസിലേ ഉള്ളൂ. G-ഷോക്കിൻ്റെ ഒക്കെ മോഡൽസിൽ ഈ യെല്ലോ ലൈറ്റാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതൊരു ഫ്രണ്ടിൻ്റെ കണ്ടപ്പോൾ മാത്രമുള്ള പരിചയമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് വാച്ചുകളെ പറ്റി അറിയില്ല. അതേപോലെ ഒരു യെല്ലോ ലൈറ്റാണ് വരുന്നത്. ഇതിൽ നോർമൽ ബേസിക് ആയിട്ടുള്ള മോഡൽസൊക്കെ ഗ്രീൻ ലൈറ്റാണ് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. സോ അതും ഈ ഒരു വാച്ചിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ട്. വാച്ചിൻ്റെ ബാറ്ററി ലൈഫാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. 7 years ഓഫ് ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ് പറയുന്നത് ഈ ഒരു വാച്ചിന്. CR 2016 എന്ന് പറഞ്ഞ ബാറ്ററി മോഡലാണ് വരുന്നത്.
അതിന് 7 ഇയേഴ്സ് ബാറ്ററി ലൈഫ് ഈ ഒരു വാച്ചിൽ കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ ഈ ലൈറ്റ് കത്തണ കാരണം തന്നെ ഇവിടെ ഒരു ഇലൂമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് കൂടെ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ താഴെ വാട്ടർ റെസ്റ്റിൻ്റെ 50 മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ള കാര്യമാണ് ഈ ഒരു വാട്ടർ റെസ്റ്റിൻ്റെ 50 മീറ്ററാണ് വരുന്നത്. നിങ്ങൾ ഈ ഒരു സാധനം കിട്ടിയിട്ട് അത്യാവശ്യം ഡെപ്തുള്ള പൂളിലൊക്കെ നീന്തിയാലും മഴയത്ത് കൊണ്ടു നടന്നാലും നമുക്ക് ഒരു പേടിയും പേടിക്കാണ്ടത് ഒരു വാട്ടർ റെസ്റ്റിൻ്റെ ആയിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാം, 2 വർഷം വാറണ്ടി വരുന്നുണ്ട്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ സ്മാർട്ട് വാച്ചുകളൊക്കെ ആൾക്കാരുടെ അടുത്ത് റെഫർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും വാട്ടർ റെസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നനയ്ക്കരുതെന്ന് പറയും. കാരണം ഇതിന് അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഡിജിറ്റൽ വാച്ചാണ് ഓൾറെഡി, എന്നാലും ഇതിൽ പറയുന്ന വാട്ടർ റെസ്റ്റിൻ്റെ പക്കയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. 50 മീറ്റർ വരെ നമുക്ക് ഈ ഒരു വാച്ച് കിട്ടിയിട്ട് നീന്തി എന്ത് വേണമെങ്കിൽ ചെയ്യാം. കാരണം അത്രയും പ്രഷർ ഈ ഒരു വാച്ച് താങ്ങുമെന്ന് പറയണത്. അത് ഈ ഒരു റെസിൻ ബിൽഡ് ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്കൊരു നല്ല ഈ വാട്ടർ റെസിൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വാച്ചിൽ വരുന്ന മോഡുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടൈമിൻ്റെ ഒരു മോഡ് വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു സ്റ്റോപ്പ് വാച്ചിൻ്റെ അലാറത്തിൻ്റെ ഒരു മോഡ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ മോഡ് വരുന്നുണ്ട്. അലാറൊക്കെ അത്യാവശ്യം നല്ല സൗണ്ട് കേൾക്കാല്ലേ, അലാമൊക്കെ അത്യാവശ്യം നല്ല ലൗഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഓഫീസ് ടൈമോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈമോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൗഡായിട്ട് നമുക്ക് കേൾക്കും. സംഭവം സൗണ്ട് ചെയ്താൽ ആ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. പിന്നെ ഇതിൽ ഓട്ടോ കലണ്ടർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ വൺസ് ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡേറ്റ് ഫ്യൂച്ചർ കലണ്ടർ ഡേറ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്ത് റെഡിയാക്കും എന്നാണ് പറയുന്നത്. സോ അതുപോലെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. സത്യം പറഞ്ഞാൽ കാണാൻ അത് ലുക്കാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു രക്ഷയില്ല. കൈമ കെട്ടിക്കഴിഞ്ഞാൽ അപ്പിയറൻസ് ഞാൻ ഓൾറെഡി കാണിച്ചു തരാൻ തോന്നി. റെസിൻ ബിൽഡാണ്, വാച്ച് കെട്ടാനൊക്കെ വളരെ സ്മൂത്താണ്. നമുക്ക് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇറിറ്റേഷൻ ഇല്ല. പിന്നെ ഇവിടെ ബ്ലാക്ക് ഇതാണ് വരുന്നത്, ആ ഒരു പിടുത്തം ബ്ലാക്കാണ് വരുന്നത്. സോ 3 കീസാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ റിവ്യൂ. സോ ഈ ഒരു വാച്ച് നിങ്ങൾ ഓൺലൈനിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തോ. കാരണം ഈ ഒരു വാച്ചിന് സെയിം ടൈം നമ്മുടെ കാസിയോൻ്റെ ഒരു ബേസിക് ലുക്കുണ്ട്, അതേസമയം കാസിയോൻ്റെ ഒരു G-Shock ലുക്കുണ്ട്. അധികം വൈറലല്ല, കാരണം ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സാധനം എപ്പോഴും സ്റ്റോക്ക് ഔട്ടാണ്. പക്ഷേ എന്നാലും നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാച്ചാണ്. പിന്നെ ഒരുപാട് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് കേട്ടോ. G-Shockനെ പോലെയൊക്കെ തോന്നിക്കുന്ന ഒരുപാട് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് കുറേ പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു G-Shock എടുക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. എന്നാലും ഒരു GBDയുടെ ലുക്ക് ചെറിയ രീതിയിൽ ഇവൻ എവിടെയോ തരുന്നുണ്ട്. സോ ഇതാണ് കാസിയോ ഒരു വാച്ചിൻ്റെ റിവ്യൂ. അടിപൊളി വാച്ചാണ്. കാസിയോ വാച്ചിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നല്ലൊരു മോഡലാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ താഴെ കൊടുക്കാം, പക്ഷേ എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തോ, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ ഒരു കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ കളർ, അതുപോലെ തന്നെ ബ്ലാക്ക് സ്ട്രാപ്പ് വിത്ത് ഓറഞ്ച് സ്ട്രാപ്പ് വിത്ത് ബ്ലാക്ക് ഡയൽ പോലത്തെ ഒരു മോഡലും ഇതിൽ അവൈലബിൾ ആണ്. ആ മോഡൽസൊക്കെയാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുക. പിന്നെ നമുക്കൊരു ഒരു ചെമ്പ് കളറുള്ള സാധനമുണ്ട്, ചെമ്പ് കളർ ഫ്രെയിമും ബ്ലാക്ക് സ്ട്രാപ്പ് ആയിട്ടുള്ള സാധനമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവൈലബിൾ ആയിട്ട് വരും. അത് അധികം ഡിമാൻഡില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ എന്തായാലും സാധനം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചെയിൻ സ്ട്രാപ്പുള്ള മോഡലൊക്കെ വേറെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ചെയിൻ സ്ട്രാപ്പിൻ്റെ ഫുൾ അലുമിനിയം ഫുൾ മെറ്റലായിട്ടുള്ള ഒരു അലുമിനിയം അല്ല ഫുൾ മെറ്റലായിട്ടുള്ള ബോഡിയുള്ള ഒരു വാച്ചും ഇതിൻ്റെ സെയിം മോഡൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കാസിയോൻ്റെ A1200 ബ്ലാക്ക് വേർഷൻ ചുമ്മാന്ന് കയ്യിൽ കെട്ടി നോക്കി, പക്ഷെ അത് അത്ര അപ്പിയറൻസ് വരുന്നില്ല. പക്ഷേ ഈ സാധനം കിട്ടില്ല അപ്പിയറൻസ് അല്ലേ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഞാൻ എങ്ങനെ കൈയൊക്കെ പൊക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു വാച്ചിനല്ലേ. അപ്പോൾ ആ സാധനമാണ് നമുക്ക് വേണ്ടത്, മനസ്സിലായി. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കാസിയോ. ഇനി നമ്മൾ ഒരുപാട് കാസിയോസ് വാങ്ങിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വാങ്ങിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബൈ.